സുധാകരന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. അദ്ദേഹം ഇടഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനുമായിട്ടൊക്കെ ചർച്ചയൊക്കെ നടത്തി. ഞാൻ ഇന്നലെ അദ്ദേഹവുമായിട്ട് വളരെ വിശദമായി സംസാരിച്ചു. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം ഉണ്ട്. പക്ഷെ ആ കാര്യങ്ങൾ MP-മാർ 3-4 പേർക്ക് ഇത്തരം അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ അത് തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ല, കോൺഗ്രസിൻ്റെ ഉന്നത ബോഡിയായ CEC ആണ്, തെരഞ്ഞെടുപ്പ് സമിതിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും. അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ ഞാൻ അശക്തനാണ്. പാർട്ടിയുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ് ഈ കാര്യത്തിൽ തീരുമാനം ഒന്നുമില്ല. നിങ്ങൾക്കാർക്ക് സുധാകരനെ അറിയാത്തത് കൊണ്ടാണ്. സുധാകരൻ ഏറ്റവും വലുത് പാർട്ടിയാണ്. പാർട്ടിയാണ് അദ്ദേഹത്തെ എന്നും പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്നും ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം MP ആണ്. MP-മാർ അസംബ്ലിയിൽ നിൽക്കണമോ എന്നുള്ളത് ഒരു പോളിസി ക്വസ്റ്റ്യനാണ്. ആ പോളിസി ക്വസ്റ്റ്യൻ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഇലക്ഷൻ സമിതിയാണ്, കേന്ദ്ര ഇലക്ഷൻ സമിതിയാണ്. അപ്പോൾ ആ സമിതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് അംഗീകരിച്ച് മുന്നോട്ട് പോകും. വിട്ട് വന്ന ആളുകൾക്ക് പിന്തുണ നൽകുന്നതിന് വലിയ പ്രതിഷേധമുണ്ട്. ആലപ്പുഴയിൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MJ ജോബ് പാർട്ടി വിട്ടു. അല്ല, അദ്ദേഹം പാർട്ടി വിട്ടത് വേറെ കാരണങ്ങളുണ്ട്, അതുകൊണ്ടൊന്നുമല്ല. അദ്ദേഹത്തിന് അതിൻ്റേതായ കാരണങ്ങളുണ്ട്, അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊന്നും ഒരു കാരണമല്ല. കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് വരെ വിജിൽ മോഹൻ വരെ തുറന്നു പറഞ്ഞു പിന്തുണ കൊടുക്കില്ല എന്ന് പറഞ്ഞു. ആരെ? വിജിൽ മോഹൻ. എനിക്കറിയില്ല. ആരും ഈ പാർട്ടിയിൽ വിമതരാകാൻ പോകുന്നില്ല. കഴിഞ്ഞ 10 വർഷം കേരള ജനത അനുഭവിച്ച പ്രയാസങ്ങൾ എല്ലാവർക്കും അറിയാം. ഒരു ഭരണമാറ്റത്തിൻ്റെ അന്തരീക്ഷം കേരളത്തിലുണ്ട്. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ പ്രവർത്തകരും നേതാക്കളും ഒരു മനസ്സോടെ രംഗത്തിറങ്ങി പ്രവർത്തിക്കും. നിങ്ങളെ നാളെ മുതൽ കാണാൻ പോകുന്ന കാര്യമാണ്. കോൺഗ്രസിനകത്ത് അത്ര യാതൊരു അഭിപ്രായ വ്യത്യാസമോ പടലപ്പിണക്കമോ തർക്കങ്ങളോ ഇല്ല. അതാണ് സത്യം. തർക്കങ്ങൾ മുഴുവൻ അപ്പുറത്താണ്. അവരാണിപ്പോൾ തകർച്ചയെ നേരിടുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നത് പരാജിതൻ്റെ കപട ആത്മവിശ്വാസം മാത്രമാണ്. പരാജയം ഉറപ്പാണെന്ന് അറിഞ്ഞിട്ടും അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള കപട ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രിക്കുള്ളത്. അതിനും വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. UDF-ൻ്റെ സീറ്റ് വിഭജനം പൂർത്തിയായി, ഒരു തർക്കവുമില്ല. ഉണ്ടോ? ഏതെങ്കിലും തർക്കമുണ്ടോ? ഏതെങ്കിലും ഘടകകക്ഷിക്ക് തർക്കമുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകും, ഒരു തർക്കവും ഉണ്ടാവില്ല. ഇന്നലെ തന്നെ മുസ്ലിം ലീഗ് അവരുടെ സീറ്റുകൾ പ്രഖ്യാപിച്ചു, കേരള കോൺഗ്രസ് പ്രഖ്യാപിച്ചു, RSP പ്രഖ്യാപിച്ചു, മറ്റ് കക്ഷികൾ മണി സി കാപ്പൻ്റെ പാർട്ടി പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ജേക്കബ് അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. എല്ലാവരും പ്രഖ്യാപിച്ചു. UDF-ൽ ഒരു കലഹവുമില്ലല്ലോ. അപ്പോൾ ഇത് കലഹമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ബോധപൂർവമായ നീക്കമാണ്. കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർ പറയുന്നത് ഞങ്ങളെ കേസിൽ കുടുക്കിയവർക്കും അല്ലെങ്കിൽ ആക്രമിച്ചവർക്കും പെട്ടെന്ന് ഒരു ദിവസം പിന്തുണ കൊടുക്കാൻ കഴിയില്ല. ആ വികാരത്തിന്റെ ഒരു വസ്തുത ഇല്ലേ? അതൊക്കെ ചിലർ പറയും. ചില രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മൾ കാണണം. അതിനൊക്കെ അപ്പുറത്ത് ഒരു വലിയ രാഷ്ട്രീയം ഇതിനകത്തുണ്ട്. അതൊക്കെ സത്യമാണ്. അതിനപ്പുറത്തൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എല്ലാവരും ഉൾക്കൊള്ളും. അവരോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ബോധ്യപ്പെടും. അത്രേ ഉള്ളൂ. എന്തിനാ മാറേണ്ട കാര്യം? ഇപ്പം ആകെ 11 ദിവസമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇപ്പോൾ മാറേണ്ട കാര്യം എന്താ?